വടക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 7 ജില്ലകളിൽ 2:30 വരെ 59.24% പോളിംഗ് രേഖപ്പെടുത്തി. 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ആകെ 38,994 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. MS അനീഷ് കുമാറും ഒപ്പം KV ബൈജുവും തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്ത ജില്ലാ പഞ്ചായത്ത് അടക്കം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ 2020-ൽ 20% വോട്ട് നേടി മുന്നേറ്റം കുറിച്ച BJP അതിലും കൂടുതൽ വോട്ട് നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ BJP നിൽക്കുന്നു. എന്ത് പ്രതീക്ഷിക്കണം? എങ്ങനെയുണ്ട് അവിടുത്തെ പോളിംഗ്? തീർച്ചയായും ഭവ്യ, ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്രധാനമായും മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ്. അവിടെ BJPക്ക് വലിയ തോതിലുള്ള സ്വാധീനമുണ്ട്. പല പഞ്ചായത്തുകളിലും BJP 2ാം സ്ഥാനത്താണ്. കാസർഗോഡ് നഗരസഭയിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി BJP 2ാം സ്ഥാനത്താണ്. അങ്ങനെ BJPക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. നിലവിൽ 3 പഞ്ചായത്തുകളാണ് BJPക്കുള്ളത്. ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളും BJPക്കുണ്ട്. ഇത്തവണ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നെയാണ്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF ഭരിക്കുന്ന ആ ജില്ലാ പഞ്ചായത്ത് അത് ഏത് വിധേനയും ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നാണ് UDF അവകാശപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ശക്തമായ പോരാട്ടം, വാശിയേറിയ മത്സരം ഈ ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു UDFന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. വിമതരുടെ പട തന്നെ ഇവർക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് തങ്ങൾക്ക് വിജയിക്കാനാവും. മാത്രമല്ല, പഞ്ചായത്തുകളിലേക്ക് വന്നാലും ഇടതിനാണ് വലിയ മുൻതൂക്കമെങ്കിലും കൂടുതൽ പഞ്ചായത്തുകൾ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. കണ്ണൂരിലേക്ക് വന്നാൽ UDFും LDFും നേർക്കുനേർ മത്സരം അങ്ങനെ പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 6 കോർപ്പറേഷനുകളിൽ ഏക ഭരണമുള്ള ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ. അത് നിലനിർത്തുക വലിയ തോതിലുള്ള ഒരു പ്രചാരണമാണ് ഈ കണ്ണൂരും പ്രദേശത്തും ഒക്കെ ഉണ്ടായിരുന്നത്. ആ കണ്ണൂർ കോർപ്പറേഷൻ ഏത് വിധേനയും നിലനിർത്തുക എന്ന് തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അഭിമാന പോരാട്ടമാണ്. അതോടൊപ്പം LDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മുൻതൂക്കം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുൻതൂക്കം, ജില്ലാ പഞ്ചായത്തിന് മുൻതൂക്കം. ഇത്തവണ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, അതാണ് കൃത്യമായി LDFന് മുന്നിലുള്ള അജണ്ട. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് LDFന്റെ ഭാഗത്തും ഉണ്ടായത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രവർത്തനം നടന്ന് അതിനൊടുവിലാണ് ഇപ്പോൾ വോട്ടർമാർ ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ നീണ്ട നിര പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചെങ്കിലും ഇപ്പോൾ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. മറ്റ് 7 ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പോളിംഗ് ശതമാനത്തിൽ ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ കുറവുണ്ട് എന്ന് പറയേണ്ടത്. പക്ഷേ അതേസമയം തന്നെ കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ, ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെയുണ്ട്. നഗരപ്രദേശങ്ങളിൽ മന്ദഗതിയിലാണ്. അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടായിരിക്കും, ഇനി വരുന്ന സമയങ്ങളിലായിരിക്കും ഇനി കൂടുതൽ തിരക്കുകൾ വരിക അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എത്തുക എന്ന് തന്നെയാണ് ഈ പാർട്ടി നേതാക്കളൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാശിയേറിയ മത്സരമാണ് വടക്കൻ കേരളത്തിൽ നടക്കുന്നത്. അത് കണ്ണൂരായാലും കാസർഗോഡായാലും അത്തരത്തിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ 4 ആഴ്ച നീണ്ട ഉണ്ടായിരുന്നതും. വീട് കയറിയുള്ള പ്രചരണം, നിശബ്ദ പ്രചരണത്തിന്റെ സമയത്തും അവസാന മണിക്കൂറുകൾ വരെ വോട്ടർമാരെ കാണാനുള്ള അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും വളരെ വാശിയേറിയ മത്സരമാണ് കണ്ണൂരും കാസർഗോഡും നടക്കുന്നത് പറയേണ്ടി വരും. സമാധാനപരമായാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. വലിയ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതും കണ്ണൂരാണെന്നതും ശ്രദ്ധേയമാണ്. 1035 ബൂത്തുകളിൽ പ്രശ്നബാധിത ബൂത്തുകളാണ്. കാസർഗോഡ് 119 കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ 200-ന് താഴെ ആകുമ്പോൾ 1035 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ശക്തമായ പോലീസ് സുരക്ഷയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. വോട്ടിംഗ് കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ഭവ്യ, KV ബൈജു ആണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. നേരെ കോഴിക്കോടേക്കാണ്. അവിടെ MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഈ വടക്കൻ കേരളത്തിലെ ഇടതാധിപത്യം അത് UDFന് തകർക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഈ കേരളത്തിന്റെ മറുപാതി ഇന്ന് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് കോഴിക്കോടത്തെ കാഴ്ച? ഏകദേശം 3 മണി കഴിഞ്ഞിരിക്കുന്നു. അവസാന മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. പോളിംഗിനുള്ള സമയം. നല്ല തിരക്കാണ്.
തീർച്ചയായും കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകളനുസരിച്ച് 64.32% ആളുകൾ ഇതിനകം തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇടത് കോട്ട എന്നാണ് സാധാരണഗതിയിൽ കോഴിക്കോട് ജില്ല അറിയപ്പെടുന്നത്. പലയിടങ്ങളിലും കൃത്യമായ ഒരു മേധാവിത്വം കോർപ്പറേഷനിലടക്കം ഇടതുപക്ഷത്തിനുണ്ട്. എന്തായാലും അവിടെ അട്ടിമറി വിജയം നേടിയാൽ സെമി ഫൈനലിലേക്ക് നിന്നും ഫൈനലിലേക്കുള്ള യാത്ര കുറച്ചുകൂടി സുഗമമാവും എന്നാണ് UDFന്റെ പ്രതീക്ഷ. നമ്മളിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഇടങ്ങളിലൊന്നായ കുറ്റിച്ചിറ ഭാഗത്താണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലും പ്രകടമാണ്. ഇപ്പോഴും വലിയ തോതിൽ സ്ത്രീകളടക്കമുള്ളവരുടെ ഒരു വലിയ നിര ഉണ്ട് പല ബൂത്തുകളിലായി. എന്തായാലും അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ വോട്ടർമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും 60% മേളിൽ ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് 64.56% വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയുടെ നഗര മേഖലകൾക്കൊപ്പം ചാത്തമംഗലം പോലുള്ള ഇടങ്ങൾ, അല്ലെങ്കിൽ കുന്നമംഗലം പോലെയുള്ള ഇടങ്ങൾ, കാക്കൂർ, മണിയൂർ, ചേറോട്, ഒപ്പം നാദാപുരം എന്നിവിടെ പേരാമ്പ്ര എന്നിവിടങ്ങളിലെല്ലാം 63% മേൽ അല്ലെങ്കിൽ 65% മേൽ പോളിംഗ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബ്ലോക്ക് തലത്തിലും വടകര അടക്കമുള്ള ഇടങ്ങളിൽ ഏതാണ്ട് 65%-ലധികം വോട്ടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലും ഏതാണ്ട് 60%-ന് മുകളിൽ പോളിംഗ് ഇതിനകം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നഗരസഭകളിൽ കൊയിലാണ്ടി, വടകര, പയ്യോളി, രാമനാട്ടുകര, ഫറൂഖ്, കൊടുവള്ളി, മുക്കം എന്നിവിടങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. രാമനാട്ടുകരയിൽ ഏതാണ്ട് 70%-ലേക്ക് അടുത്ത് പോളിംഗ് എത്തുന്നു എന്ന കാഴ്ചയാണ്. രാവിലെ മുതൽ തന്നെ ആ രാമനാട്ടുകര നഗരസഭയിലായിരുന്നു ഏറ്റവും വേഗത്തിൽ പോളിംഗ് നടക്കുന്ന ഒരു സ്ഥലവും. രാവിലെ പലയിടങ്ങളിലും സാങ്കേതിക തകരാറുകൾ മൂലമൊക്കെ പോളിംഗ് അല്പം മന്ദഗതിയിലൊക്കെ പോയെങ്കിലും പിന്നീട് ആ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു ആവേശം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും പ്രകടമാണ്. കഴിഞ്ഞ തവണ ജില്ലയിൽ ഈ കോവിഡ് മഹാമാരിയൊക്കെ ഉൾപ്പെടെ ഉള്ള സാഹചര്യത്തിലും 79%-ലധികം പോളിംഗ് നടന്നിരുന്നു. കോർപ്പറേഷൻ പരിധിയിൽ പോലും 72% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കുറ്റിച്ചിറയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് പോളിംഗ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ സാധ്യതകൾ? ഞങ്ങൾ ഇത്തവണ എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ അതിന്റെ എല്ലാ സൂചനകളും ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. SIR കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ ഡീലിമിറ്റേഷന്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ മാലിന്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ വാർഡ് യഥാർത്ഥത്തിൽ കുറ്റിച്ചിറ എന്ന് പറയുന്നത് 2ാമത് മോസ്റ്റ് വോട്ടേഴ്സുള്ള വാർഡാണ്, അതായത് 10,000-നടുത്ത്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ചാലപ്പുറം എന്ന് പറയുന്നത് ഏകദേശം 4,000-ന്റെ ചോടെയാണ് വോട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു സയന്റിഫിക് അല്ലാത്ത ഡീലിമിറ്റേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കുറച്ച് നേരം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും ആളുകൾ ഇവിടെ വന്നിട്ട് നിരാശരായി പോകുന്നത്. ഫൈനൽ വോട്ടർ ലിസ്റ്റ് വന്നപ്പോൾ പേരില്ലാത്ത ആളുകളുണ്ട്, അവർക്കൊരു നോട്ടീസ് പോലും കിട്ടാതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വോട്ട് ചെയ്യാൻ വന്നത് തന്നെ അവരുടെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ്. നമുക്ക് നോക്കാം. വലിയ ഡിവിഷൻ തന്നെയാണ് അല്ലേ? ഏറ്റവും വലിയ ഡിവിഷൻ, വലിയ ഡിവിഷനാണ് ജിയോഗ്രഫിക്കലി ആൻഡ് പിന്നെ വോട്ടർമാരുടെ കൗണ്ട് എടുത്ത് നോക്കുമ്പോഴും വലിയ ഡിവിഷൻ തന്നെയാണിത്. ഇതാണ് ഒരുപാട് പരിമിതികൾ അല്ലെങ്കിൽ വോട്ടില്ലാത്ത ആളുകളുടെ പട്ടിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. വലിയ ഒരു പ്രവാഹം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഫാത്തിമയുടെ എതിർ സ്ഥാനാർത്ഥിയുമുണ്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ആളുകൾ കാര്യമായി തന്നെ എത്തുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസമാണ് ഇന്നത്തെ ഇവിടുത്തെ വോട്ടെടുപ്പ് ആളുകളിലൂടെ മനസ്സിലാക്കുന്നത്. ഒരുപാട് ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് തന്നെ നമ്മൾ LDF ഇവിടെ കുറ്റിച്ചിറ ഈ വാർഡ് പിടിച്ചെടുക്കുന്ന, എന്താ പറയുക, ഉറപ്പിച്ച് പറയുന്നു. നന്നായിട്ട് സ്ത്രീകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. അതിൽ 3/4 നമ്മളെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസം വളരെ കൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ കുറ്റിച്ചിറ വാർഡ് പിടിച്ചെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. VP റഹിയാനത്തെ ടീച്ചറാണ് LDFന്റെ സ്ഥാനാർത്ഥി, INLന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നു. എന്തായാലും 2 സ്ഥാനാർത്ഥികൾക്കും വലിയ പ്രതീക്ഷകളാണുള്ളത്. ഒരുപാട് വോട്ടർമാരുള്ള ഒരിടമാണ്. ഇപ്പോൾ തന്നെ നന്നായി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഏറ്റവും നല്ല പ്രത്യേകത നഗരത്തിനൊപ്പം ഗ്രാമപ്രദേശങ്ങളിലും നന്നായി തന്നെ പോളിംഗ് നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.